Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി മോട്ടോ ഫോണിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മോട്ടോ G31. നല്ല ഫോൺ എന്ന് പറയാൻ കാരണം ഇത് AMOLED ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു ഫോൺ 13,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഒരു മികച്ച ഫോണാണോ, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. മോട്ടോ G31. അപ്പോൾ ഈ കാണുന്നതാണ് മോട്ടോ G31 എന്ന ഫോണിന്റെ ബോക്സ്. യൂഷ്വലായ മോട്ടോ ബോക്സ് തന്നെ. ഇതിന്റെ എല്ലാ സൈഡും നിങ്ങൾക്ക് കാണാം. എന്തായാലും ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മോട്ടോ G31 തന്നെയാണ് കാണുന്നത്. ഫോൺ നമുക്ക് കയ്യിലേക്ക് എടുക്കാം. നല്ലൊരു സ്ട്രോങ് ആയ കേസും കാര്യങ്ങളൊക്കെ അതിനൊപ്പം വരുന്നുണ്ട്. കേസ് നല്ല കേസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻറ്റ് ക്വാളിറ്റി കേസ്. നല്ല ക്വാളിറ്റി കേസ് ഒക്കെ വേണമെന്നുള്ളവർക്കും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു. ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് മോട്ടോ G31. ഒരു പാറ്റേൺ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ഞാൻ കാണാം. ഒരു പാറ്റേൺ ഡിസൈനാണ് റിയർ സൈഡ്. പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഒരു പാറ്റേൺ ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും കാണാം. ട്രിപ്പിൾ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്വാഡ് ക്യാമറ ഫംഗ്ഷൻ ഉണ്ട്. 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറയായിട്ടും ഡെപ്ത് സെൻസറായിട്ടും വർക്ക് ചെയ്യും. മറ്റൊരു മാക്രോ സെൻസറും പിന്നെ മെയിൻ ക്യാമറ 50 മെഗാ പിക്സലുമാണ്. ഫ്രണ്ടിൽ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. 8.4 mm ആണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ് വരുന്നത്. 180 ഗ്രാമാണ് വെയിറ്റ്. താഴത്തെ സൈഡിൽ മെയിൻ മൈക്രോഫോൺ ടൈപ്പ് സി പോർട്ട് സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അതേപോലെ തന്നെ വോളിയം ബട്ടൺ, പിന്നെ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പിനകത്താണ്. ആ ഒരു ചെറിയ റൗണ്ടിനകത്ത് കൊള്ളാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിന്റെ ഡിസൈൻ. ഫ്രണ്ട് ഡിസൈനും ചിഹ്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലാണ് അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഒരു ഓവർവ്യൂ, ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. എന്തായാലും ഡിസൈനിന്റെ ഭാഗത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. G85 എന്ന് പറയുന്ന MediaTekന്റെ പ്രൊസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഡീസൻ്റായ പ്രൊസസ്സറാണ്. നമുക്കൊരു 10-12 രൂപ റേഞ്ചിൽ, 13 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ് G85 എന്ന് പറയുന്ന പ്രൊസസ്സർ. സോ ഒരു ഡീസൻ്റായ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ നമുക്ക് തരിക. ഗെയിമൊക്കെ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കളിക്കാം. ഒരു ഗെയിമിംഗ് ഫോണായിട്ടൊന്നും നിങ്ങൾ ഇതിനെ കാണരുത്. ഒരു നല്ല മീഡിയ കൺസംഷന് പറ്റിയ AMOLED ഡിസ്പ്ലേ ഉള്ളൊരു ഫോൺ, ആ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് ഗെയിമിംഗ് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. BGMIയുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതായത് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാനില്ല. ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം. ഈ രീതിയിലുള്ളൊരു ഡിസൈനും UIയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് പരസ്യങ്ങളും ബ്ലൂടൂത്ത് വയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ UI ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഡീസൻ്റായ ഒരു ഫോൺ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ തിങ്ക് ഷീൽഡ് എന്ന് പറയുന്ന ബിസിനസ് ഗ്രേഡ് സെക്യൂരിറ്റി സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. സോ കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു എക്സ്പീരിയൻസും ഒരു സേഫ് എൻവയോൺമെൻറ്റും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യാം. ഇതിനകത്ത് ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി സൗണ്ടൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനകത്ത് വേറെ ലാഗും കാര്യങ്ങളും ഇല്ലാണ്ടുള്ള ലാഗും കാര്യങ്ങളൊന്നും കണ്ടില്ല. ബട്ട് യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ G85 എന്ന് പറയുന്ന പ്രൊസസ്സറിൻ്റെതായ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഇതൊരു ഇനീഷ്യൽ റിവ്യൂ ആണ്. അതായത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കയ്യിലെടുത്തിട്ട് കുറച്ച് സമയങ്ങളെ ആയിട്ടുള്ളൂ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതുവരെ തന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു പെൻ ഡ്രൈവ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ക്യാമറ ടു API ലെവൽ 3 തന്നെയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷനൊക്കെ ഇട്ട് നൈസായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വൈഫൈ കോളിംഗ് പോലുള്ള സംവിധാനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. മോട്ടോ ലോഗോയോട് കൂടിയിട്ടാണ് അത് വരുന്നത്. അത് യൂഷ്വലായിട്ട് നമ്മൾ കാണാറുള്ളത് തന്നെ. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ് അൺലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും അവിടെയും വരുന്നില്ല. സോ ഇത്തരം മേഖലകളിൽ ഫീച്ചേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ ടു API ലെവൽ 3 തന്നെ കിട്ടുന്നു. വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ, ഫിംഗർ പ്രിന്റ്, അതേപോലെ വൈഫൈ കോളിംഗ്, OTG എല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫീച്ചർ റിച്ച് ആയ ഫോൺ നമുക്ക് തീർച്ചയായിട്ടും പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ മതിയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ക്യാമറ ഞാൻ പറഞ്ഞു 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണുള്ളതെന്ന്. ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ക്യാമറ ക്വാളിറ്റി, കൊള്ളാവോ? നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും ഒരു ഡീസൻ്റായ അന്തരീക്ഷത്തിൽ ഒരു ഡീസൻ്റായ ഇമേജുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രൈസ് ബ്രാക്കറ്റിൽ 13,000 രൂപ റേഞ്ചിലെ ഒരു ഫോൺ, ആ ഫോണിൽ നിന്ന് കിട്ടുന്ന ഇമേജ് എന്ന രീതിയിൽ നിങ്ങൾക്കിത് ആക്സെപ്റ്റബിൾ ആണ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരു ചെറിയ വീഡിയോ സാമ്പിൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റി മതിയോ? ഇതാണ് ഇതിനകത്ത് കിട്ടുന്ന ഡിഫോൾട്ട് വീഡിയോ ക്വാളിറ്റി. ഓവറോൾ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഇത് മതിയോ എന്നൊക്കെ നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ. സോ ഇതാണ് വീഡിയോ സാമ്പിൾ ഡേ ലൈറ്റിലെ
സെൽഫി ക്യാമറയുടെ ഡേ ലൈറ്റിലെ ഒരു വീഡിയോ സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നന്നായിട്ടുണ്ടോ? നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ബാക്കറ്റിൽ ഓക്കെ ആണോ? സെൽഫി ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് കിട്ടുന്ന ഇമേജുകൾ. നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ? കൊള്ളാവും. സോ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ മെയിൻ ക്യാമറയുടെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ സാമ്പിളാണ്. അതേപോലെ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറയുടെ ഇമേജുകളും നിങ്ങൾക്ക് കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ക്വാളിറ്റിയാണ് തരുന്നത്. സെൽഫി ക്യാമറയുടെ ഇമേജുകളും കാണാം. സോ ഓവറോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് വരുന്ന ഹൈലൈറ്റ്. പിന്നെ ഫീച്ചേഴ്സ്: ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്. ഫ്രണ്ട് ക്യാമറ കൊണ്ടും ബാക്ക് ക്യാമറ കൊണ്ടും ഒരേപോലെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് പോലുള്ള സംവിധാനങ്ങളും ഇതിനകത്ത് വരുന്നതാണ്. സ്പോട്ട് കളർ, അതേപോലെ നൈറ്റ് വിഷൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ക്യാമറയുടെ ഭാഗത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാമറ UI നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് പോർട്രേറ്റ് മോഡ്, കട്ടൗട്ട്, അതേപോലെ സ്പോട്ട് കളർ, നൈറ്റ് വിഷൻ, സിനിമാഗ്രാഫ്, പനോരമ, ഗ്രൂപ്പ് സെൽഫി, ലൈവ് ഫിൽറ്റർ, പ്രോ മോഡ്, ഡുവൽ ക്യാപ്ചർ, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, അങ്ങനെ ഒരുവിധം വേണ്ടുന്ന പ്രധാനപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ്. ബാറ്ററി വന്നിട്ട് 5000 mAh ബാറ്ററിയാണ്. 20 വാട്ടിൻ്റെ ചാർജറും ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട്. സോ സഫീഷ്യൻ്റ് ആയ രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവും. അത്യാവശ്യം സ്റ്റോക്ക് ആൻഡ്രോയിഡ് കൂടി ആയതുകൊണ്ട് തന്നെ 2-3 ദിവസമൊക്കെ ബാറ്ററി ലൈഫ് മിനിമം യൂസിലാണെങ്കിൽ കിട്ടും. നോർമൽ യൂസിൽ എങ്ങനെ പോയാലും ഒരു ദിവസം സുഖമായിട്ട് കിട്ടും. അത്യാവശ്യം നിങ്ങൾ ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിലും ബാറ്ററി ലൈഫ് ഈ ഫോണിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. ബാറ്ററി ഇഷ്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. സോ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഏറെക്കുറെ കൊള്ളാമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ എടുക്കാം. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പിൻ്റെ. ഇനി ഇതിൻ്റെ റാം സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB റാമും 6GB റാമും ഓപ്ഷനിൽ വരുന്നുണ്ട്. 64GB സ്റ്റോറേജും ഉണ്ട്, 128GB സ്റ്റോറേജും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാം. റാം വന്നിട്ട് LPDDR4X റാം ആണ്. അതേപോലെ സ്റ്റോറേജ് ആണെങ്കിൽ eMMC സ്റ്റോറേജ് ആണ് വരുന്നത്. സോ ഓവറോൾ ഈ ഒരു പ്രൈസിന് AMOLED ഡിസ്പ്ലേ അടക്കമുള്ള ഒരു ഫോൺ എന്നുള്ള ഒരു ഹൈലൈറ്റ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ്, വേറെ ബ്ലൂടൂത്ത് വയേഴ്സ് ഇല്ല, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഹൈലൈറ്റ്സും കാര്യങ്ങളുണ്ട്. തിങ്ക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ഇതെല്ലാം ഈ ഒരു ഫോൺ എടുക്കാനുള്ള ഒരു കാരണങ്ങളായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ Moto G31 എന്ന ഫോണിൻ്റെ ഒരു വീഡിയോ. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തിയെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.